നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക് NEP 1986. വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 1986 ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോളിസികളിലും ഏറ്റവും അറിയപ്പെടുന്ന ഒരു പോളിസിയാണ് NEP 1986 എന്ന് പറയുന്നത്. 1986 എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി ആയിരുന്നു. സോ രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഈ ഒരു പോളിസി വരുന്നത്. ഓക്കെ, ദിസ് പോളിസി അനൗൺസ്ഡ് ഇൻ ജനുവരി 1985. 1985 ജനുവരിയിലാണ് ഈ പോളിസി അനൗൺസ് ചെയ്യുന്നത്. ഈ പോളിസി 1985 ബഡ്ജറ്റിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയാണ്. സോ ഈ ഒരു പോളിസിയിൽ പറയുന്നത് ഇക്വാലിറ്റി, പോപ്പുലേഷൻ, റൂറൽ എഡ്യൂക്കേഷൻ, അഡൾട്ട് എഡ്യൂക്കേഷൻ, മൈനോറിറ്റി എഡ്യൂക്കേഷൻ, ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഓൾ ദീസ് നീഡ് ടു ബി ഇംപ്രൂവ്ഡ് എന്നുള്ളതാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ അഡൾട്ട് എഡ്യൂക്കേഷൻ, മൈനോറിറ്റി എഡ്യൂക്കേഷൻ, ടെക്നോളജിക്കൽ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, പോപ്പുലേഷൻ, ഇക്വാലിറ്റി, റൂറൽ എഡ്യൂക്കേഷൻ ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, 23 ടാസ്ക് ഫോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഇപ്പോൾ ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 ഭാഗമായിട്ട് 23 ടാസ്ക് ഫോഴ്സിനെ ആദ്യം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർക്ക് ഈ ഓരോ ടാസ്ക് ഫോഴ്സിനും വർക്ക് ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു, ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഇവർ സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഇൻ 1986 ജൂലൈ 1986 ജൂലൈയിൽ ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം 23 ടാസ്ക് ഫോഴ്സ് ആണ്. ഇപ്പോൾ 23 കാര്യങ്ങളാണ് ഇവർ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 23 ടാസ്ക് ഫോഴ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഇൻ 1986 ജൂലൈ. പിന്നീട് ഇത് 1992 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പേര് പ്രോഗ്രാം ഓഫ് ആക്ഷൻ POA 1992 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ NEP 1986 ആണ് 1992 അമെൻഡ് ചെയ്തത്. POA 1992 പ്രോഗ്രാം ഓഫ് ആക്ഷൻ. ഓക്കെ, എഡ്യൂക്കേഷനിസ്റ്റ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് എക്സ്പേർട്സ് ഉണ്ടായിരുന്നു ഫ്രം സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള എക്സ്പേർട്സും എഡ്യൂക്കേഷനിസ്റ്റ് ഒക്കെ ചേർന്നാണ് ഈ ഒരു പോളിസി ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, രാജീവ് ഗാന്ധി ഇതേപ്പറ്റി പറഞ്ഞത് എന്താ വെച്ചാൽ ദിസ് പോളിസി ഇറ്റ് വിൽ ബ്രിങ് എക്കണോമിക് ആൻഡ് സയന്റിഫിക് ഡെവലപ്മെന്റ് ആൻഡ് പ്രിപ്പയർ ഇറ്റ് ഫോർ ദ 21st സെഞ്ചുറി എന്നാണ് രാജീവ് ഗാന്ധി പറഞ്ഞ. ഈ ഒരു പോളിസി എക്കണോമിക് ആൻഡ് സയന്റിഫിക് ഡെവലപ്മെന്റിനെ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, സാമ്പത്തികമായിട്ടും അതുപോലെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനെ കൊണ്ടുവരും. അതേപോലെ ഒരു 21ാം നൂറ്റാണ്ടിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും ഈ ഒരു പോളിസി എന്ന് രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലെ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി എഡ്യൂക്കേഷൻ ഓഫ് വുമൻസ്, ഇക്വാലിറ്റി, ഈ മുന്നേ നമ്മൾ പറഞ്ഞു വേണം അഡൾട്ട് എഡ്യൂക്കേഷൻ, SC ST OBC, വൊക്കേഷണൽ, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ, പിന്നെ ഇയർലി ചൈൽഡ്ഹുഡ് കെയർ, എലിമെൻ്ററി എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 23 ഡിഫറെൻറ്റ് ടോപ്പിക്സിലാണ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പം NEP പറ്റി ഒരു ജനറൽ ഐഡിയ കിട്ടി. എന്താണ് NEP എന്ന് പറഞ്ഞാൽ 1986 രാജീവ് ഗാന്ധി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പോളിസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. അറിയപ്പെടുന്ന പോളിസീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് NEP. ഈ ഒരു പോളിസി മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഡൾട്ട് എഡ്യൂക്കേഷൻ, മൈനോറിറ്റി എഡ്യൂക്കേഷൻ, SC ST, പിന്നെ എയർലി ചൈൽഡ്ഹുഡ് കെയർ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ, ഇക്വാലിറ്റി, പോപ്പുലേഷൻ, റൂറൽ എഡ്യൂക്കേഷൻ, ഒരുപാട് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് 1985 ജനുവരിയിലാണ് അന്നത്തെ ബഡ്ജറ്റിൽ ഇത് ഡിസ്കസ് ചെയ്തു. 1985 ജനുവരിയിലാണ് ഈ ഒരു പോളിസി അനൗൺസ് ചെയ്യുന്നത്. 23 ടാസ്ക് ഫോഴ്സ് അവർ ഡിഫറെൻ്റ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് അവർക്ക് അസൈൻ ചെയ്ത ടാസ്ക് എല്ലാം സ്റ്റഡി ചെയ്ത് 1986 ജൂലൈയിൽ റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പോളിസി വരുന്നത്. ഇത് 1992 അമെൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പേര് POA പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആക്കി. രാജീവ് ഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ. ഒരുപാട് സബ്ജക്ട്സ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, എയർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം എയർലി ചൈൽഡ്ഹുഡ് കെയർ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ അംഗൻവാടിയിൽ കൊണ്ടുപോക്കുന്ന ഒരു സമയം അല്ലെ, പ്രീ പ്രൈമറി. അപ്പം അംഗൻവാടികളിൽ നമ്മൾക്കറിയാം ചെറിയ കുട്ടികൾക്ക് അവരുടെ മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് അംഗൻവാടികൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ അംഗൻവാടികൾ കുട്ടികളുടെ മാത്രമല്ല അമ്മമാരുടെ കാര്യത്തിലൊക്കെ അല്ലെ, ഗർഭിണികളായിട്ടുള്ള ആളുകളുടെ കാര്യത്തിലും മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെയുള്ള കാര്യങ്ങൾ അംഗൻവാടിയിൽ നിന്ന് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എയർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും ഈ NEPയുടെ ഭാഗമാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇവർ പറഞ്ഞത് ഷുഡ് ബി മോഡിഫൈഡ്, സ്ട്രെങ്തൻഡ് ആൻഡ് എക്സ്ട്രാ കെയർ ഫോർ ദി ഇംപ്രൂവ്മെന്റ് എന്നാണ്. നിലവിലുള്ള ICDSന്റെ കാര്യങ്ങളൊക്കെ കുറെ കൂടെ അത് മോഡിഫൈ ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം, കുറച്ചുകൂടെ എക്സ്ട്രാ കെയർ കൊടുക്കണം, അതിന് ഇംപ്രൂവ്മെന്റിന് വേണ്ടി എന്നൊക്കെ പറയുന്നു. പ്രോപ്പർ ഇവാലുവേഷൻ നടത്തണം, മോണിറ്ററിംഗ് നടത്തണം എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ഓഫ് SC ST ആൻഡ് OBCസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. SC ST OBC കാറ്റഗറിയുടെ എഡ്യൂക്കേഷൻ, അതായത് സൊസൈറ്റിയിൽ സാമൂഹികപരമായിട്ട് താഴെ എന്ന് പറയപ്പെടുന്ന ആളുകളാണ് അല്ലേ. സോ അവർ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതൊരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അവരുടെ എല്ലാം ഒരു സിനാരിയോ സ്റ്റഡി ചെയ്യുമ്പോൾ SC കാരെ 21.38%,
ST 16.35%. പിന്നെ നോൺ SC ആൻഡ് ST 41.20%. അങ്ങനെയാണ് ഒരു റേഷ്യോ പോകുന്നത്. ഇപ്പോൾ വുമൺ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ 10.93 എഡ്യൂക്കേഷൻ്റെ കാര്യം കേട്ടോ, 8.04, 29.43 എന്നുള്ളതാണ് വുമൻ്റെ ഒരു സിറ്റുവേഷൻ വരുന്നത്. നമ്പർ ഒന്നും പഠിക്കേണ്ട, ബട്ട് അന്നത്തെ ഒരു സിനാരിയോ അതാണ്. അപ്പോൾ ഓവറോൾ എൻറോൾമെന്റ് റേറ്റ് ഓഫ് SC ആൻഡ് ST ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ നോർമൽ ആൻഡ് ഡ്രോപ്പ് റേറ്റ് വാസ് ഹയർ. ഇപ്പോൾ ഇവർ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് മറ്റ് നോൺ SC ST കാറ്റഗറീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ SC കാറ്റഗറിയിലെ എഡ്യൂക്കേറ്റഡ് ഉള്ള ആളുകളുടെ റേഷ്യോ വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഇത് വേറെ രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലോട്ട് അഡ്മിഷൻ എടുക്കുന്ന ആളുകളാണോ കൂടുതൽ, സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്ന കുട്ടികളാണോ കൂടുതലെന്ന് ചോദിച്ചാൽ ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്നവരാണ് കൂടുതൽ. ഓക്കെ, എൻറോൾമെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ലോവർ ദാൻ ഡ്രോപ്പ് ഔട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെനാരിയോ സ്റ്റഡി ചെയ്യുമ്പോൾ ഇവരുടെ എഡ്യൂക്കേഷൻ പ്രത്യേകം പ്രാധാന്യം കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇവരെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ടു ബി റിക്രൂട്ടഡ് ഫ്രം ദീസ് കാറ്റഗറീസ് ടു മോട്ടിവേറ്റ്. അതായത് ഈ ഇതേ കാറ്റഗറിയിൽ നിന്ന് തന്നെ കൂടുതൽ ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക. അതൊക്കെ അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഫോർ SC ST ഓരോ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിലും ഇവർക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കൊടുക്കുക. അപ്പോൾ ഏത് രീതിയിലും ഈ കാറ്റഗറിയിലുള്ള കുട്ടികളെ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി അവരെ സ്കൂളിലോട്ട് എത്തിക്കണം. അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സിനെ അവിടുന്ന് റിക്രൂട്ട് ചെയ്യണം, ഹോസ്റ്റൽ ഫെസിലിറ്റി കൊടുക്കണം എന്നൊക്കെ ഇതിൽ പറയുന്നു. ഇനി മൈനോറിറ്റി എഡ്യൂക്കേഷൻ. മൈനോറിറ്റീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ന്യൂനപക്ഷക്കാർ അല്ലെ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നമ്മുടെ ആർട്ടിക്കിൾസ് 29 and 30 പറയുന്നുണ്ട് മൈനോറിറ്റീസിനെ പറ്റിയിട്ട്. അവർക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അവരുടെ താല്പര്യം സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് ആർട്ടിക്കിൾ 29 and 30. അതോടൊപ്പം തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനുമുള്ള സിറ്റുവേഷൻസ്, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായുള്ള റൈറ്റ്സ് ഉണ്ടെന്നൊക്കെ ആർട്ടിക്കിൾ 29 and 30 പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ. അപ്പോൾ മൈനോറിറ്റീസിന്റെ എഡ്യൂക്കേഷന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ UGC സ്കീം ഫോർ കോച്ചിങ് ക്ലാസ് ഫോർ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് മൈനോറിറ്റീസ്. എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള മൈനോറിറ്റീസിന് അവരുടെ കോച്ചിങ് ക്ലാസ്സിന് വേണ്ടിയിട്ട് UGC സ്കീം കൊണ്ടുവരിക. ട്രെയിനിങ് ടു ടീച്ചേഴ്സ്, മാനേജേഴ്സ്, പ്രിൻസിപ്പൽസ് ഓഫ് ദ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബൈ NCERT. അപ്പോൾ മൈനോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ടീച്ചേഴ്സിനായിക്കോട്ടെ, മാനേജേഴ്സിനായിക്കോട്ടെ, പ്രിൻസിപ്പൽസിനൊക്കെ ട്രെയിനിങ് കൊണ്ടുവരിക ബൈ NCERT. ഇതെല്ലാം ഈ ഒരു പോളിസിയിൽ പറയുന്നു. ഓക്കെ, അപ്പം ഏർലി ചൈൽഡ്ഹുഡ് കെയറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ അംഗൻവാടി കുട്ടികളുടെ തൊട്ട് ഓരോ തലത്തിലും സ്റ്റഡി ചെയ്താണ് ഇവർ റെക്കമെൻഡേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് കെയറിൻ്റെ എഡ്യൂക്കേഷൻ, അതേപോലെ SC ST OBC കാറ്റഗറിയുടെ എഡ്യൂക്കേഷൻ, മൈനോറിറ്റീസിൻ്റെ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, മേക്കിംഗ് ദ സിസ്റ്റം വർക്ക്, അതായത് വർക്കിംഗ് ഔട്ട് ദ ഡീറ്റെയിൽസ്, മെക്കാനിക്സ്, ഫണ്ടിങ് അറേഞ്ച്മെന്റ്സ്. അപ്പം സിസ്റ്റം വർക്ക്, അതായത് ഇവർക്ക് ഫണ്ടിങ് അറേഞ്ച്മെന്റ്സ്, അങ്ങനെ ബാക്കി സിസ്റ്റം റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കുക. മാൻ പവർ പ്ലാനിങ് ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ എത്രത്തോളം മാൻ പവർ വേണോ അതിൻ്റെ പ്ലാനിങ്, ഡിമാൻഡ്, ഫ്യൂച്ചറിലോട്ടുള്ള ഡിമാൻഡിനെ എല്ലാം കൺസിഡർ ചെയ്യുക. ഡെവലപ്മെന്റ് ആൻഡ് പീരിയോഡിക് റിവ്യൂ ഓഫ് കരിക്കുലം ആൻഡ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ട് അവരുടെ കരിക്കുലം ഇതെല്ലാം പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യുക, അതിന് വേണ്ടി ഡെവലപ്മെന്റ്സ് കൊണ്ടുവരിക. സ്ട്രെങ്തനിങ് ദ ഡേറ്റാബേസ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ സിസ്റ്റം. ഡേറ്റാബേസ് മോണിറ്ററിങ്ങും ആ ഡേറ്റാബേസിന്റെ ഇവാലുവേഷൻ സിസ്റ്റം കുറെ കൂടെ സ്ട്രെങ്ത് ചെയ്യുക. ഒരു സിസ്റ്റം വർക്ക് എല്ലാം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ജനറലി ഒരു പോളിസി എന്ന് പറഞ്ഞാൽ മുൻതലത്തിൽ നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ സിസ്റ്റം വർക്ക് കൂടി ഇതിനകത്ത് പറയാണ്. ഓക്കെ, മാൻ പവർ പ്ലാനിങ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, development and periodic review of curricula and teaching learning process, strengthening the database monitoring and evaluation system. അതൊക്കെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ CABE വേണ്ട കമ്മിറ്റീസിനൊക്കെ വെച്ചുകൊണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കുക. അതെല്ലാമാണ് മേക്കിംഗ് ദ സിസ്റ്റം വർക്കിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കണ്ടന്റ് ആൻഡ് പ്രോസസ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷന്റെ കണ്ടന്റ് ആൻഡ് പ്രോസസ് ആണ് പറയുന്നത്. ടു മേക്ക് എഡ്യൂക്കേഷൻ ടു ബി ആക്സസിബിൾ ഫോർ ഓൾ വിതൗട്ട് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ NEP പറയുന്നത് എല്ലാവർക്കും റെക്കമെൻഡേഷൻ ഇല്ലാണ്ട്, ജാതി, മത, വർണ്ണവർഗ, ആ കാസ്റ്റ്, സെക്സ്, ക്രീഡ് അങ്ങനെ റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാണ്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ സിസ്റ്റം ആക്സസിബിൾ ആക്കണം. ആ രീതിയിൽ വേണം കൊണ്ടുവരാനായിട്ട്. ടു മേക്ക് ലേണിംഗ് മോർ എൻജോയബിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഈ ലേണിംഗ് എന്ന് പറയുന്നത് കുറെ കൂടെ എൻജോയബിൾ ആക്കണം, ഇൻട്രസ്റ്റിംഗ് ആക്കണം. ഓക്കെ, to adopt common curriculum frameworks and pattern in education throughout the country. ഒരു കോമൺ കരിക്കുലം ഫ്രെയിംവർക്സ് ആൻഡ് പാറ്റേൺ, ഓട്ടോമാറ്റിക് റെക്കമെൻഡേഷൻ നമ്മളിത് കണ്ടിരുന്നു അല്ലേ. ത്രൂ ഔട്ട് ദ കൺട്രിയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കരിക്കുലം ഫ്രെയിംവർക്സ് പാറ്റേണും കൊണ്ടുവരണം എന്ന് പറയുന്നു. ഓക്കെ, ഇനി ന്യൂ എക്സാം റിഫോംസ് ടു ഇൻക്ലൂഡ് മോർ കൾച്ചറലി എഡ്യൂക്കേഷൻ. ഓക്കെ, കൾച്ചറൽ എഡ്യൂക്കേഷൻ കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ. മേക്ക് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫോർ ബെറ്റർ കൺട്രോൾ ആൻഡ് പവേഴ്സ്.
ബെറ്റർ കൺട്രോളിലും കുറച്ചുകൂടെ ഒരു പവറിന് വേണ്ടിയിട്ട് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊണ്ടുവരണം ഇതിൽ പറയുന്നു. അപ്പോൾ കണ്ടന്റ് ആൻഡ് പ്രോസസ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്തൊക്കെ പോയിന്റ്സ് പറയുന്നത്? ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ കിട്ടണം. ത്രൂ ഔട്ട് ദ കൺട്രിയിൽ ഓൾമോസ്റ്റ് സെയിം കരിക്കുലം കൊണ്ടുവരിക. എഡ്യൂക്കേഷൻ കുറച്ചും കൂടി എൻജോയബിൾ ആക്കുക, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുക. പുതിയ എക്സാംസ് റീഫോംസ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് അങ്ങനെ കൊണ്ടുവരിക. അതുപോലെ തന്നെ കുറച്ചുകൂടി കൾച്ചറൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അടുത്തത് എഡ്യൂക്കേഷൻ ഓഫ് ദ ഹാൻഡിക്യാപ്ഡ്. എഡ്യൂക്കേഷൻ ഓഫ് ദ ഹാൻഡിക്യാപ്ഡ് പറയേണ്ടത് 7th പോയിന്റ്. എഡ്യൂക്കേഷൻ ഓഫ് ദ ഹാൻഡിക്യാപ്ഡ് ഉള്ള ആളുകളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഇംപ്രൂവ്ഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി എന്നുള്ളതാണ്. ഹാൻഡിക്യാപ്ഡ് ഉള്ള ആളുകളുടെ എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ഇംപ്രൂവ് ചെയ്യണം. റെക്കമെൻഡഡ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദം ടിൽ ദർ ഇസ് നീഡ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ ദം. അതായത് ഈ പറഞ്ഞ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വരുന്നവരേക്കും അവർക്ക് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള എഡ്യൂക്കേഷനിലും ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരണം. അവർക്കൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വരുന്നത് വരെ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രൊവിഷൻ ഫോർ ദ ഐഡന്റിഫിക്കേഷൻ, ഡയഗ്നോസിസ് ആൻഡ് അസസ്മെന്റ് ഫോർ ദ ഹാൻഡിക്യാപ്ഡ് ഫോർ പ്ലേസ്മെന്റ് ഇൻ സ്കൂൾസ്. അപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യുക, ഡയഗ്നൈസ് ചെയ്യുക, അവരെ അസസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ അതിനുള്ള എല്ലാം പ്രൊവിഷൻ വേണം ഫോർ പ്ലേസ്മെന്റ് ഇൻ സ്കൂൾസ്. അപ്പോൾ സ്കൂൾസിലെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ഈ ഹാൻഡിക്യാപ്ഡ് ഉള്ള ആളുകളെ അവരെ ഐഡന്റിഫൈ ചെയ്യുക, അസസ് ചെയ്യുക, അവർക്ക് വേണ്ട ഡയഗ്നോസിസ് കാര്യങ്ങളെല്ലാം വേണമെന്ന് പറയുന്നു. പിന്നെ പ്രൊവൈഡ് ട്രെയിനിങ് ടു ദ ടീച്ചേഴ്സ്, മാനേജ്മെന്റ് ആൻഡ് അതർ സ്കൂൾ സ്റ്റാഫ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണെങ്കിലും മാനേജ്മെന്റിനാണെങ്കിലും അതർ സ്കൂൾ സ്റ്റാഫ്സിനൊക്കെ വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഡെവലപ്മെന്റ് ഓഫ് എക്സ്പെർട്ടൈസ് അറ്റ് SCRT, DIIT, സബ് ഡിവിഷൻ ആൻഡ് ബ്ലോക്ക് ലെവൽസ് ടു ബെറ്റർ അസസ് ദ ചിൽഡ്രൻ. കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെർട്ടൈസിനെ ഡെവലപ്പ് ചെയ്യുക. അത് SCRTയിൽ, അതുപോലെ DIIT, പിന്നെ സബ് ഡിവിഷൻ ബ്ലോക്ക് ലെവലിലൊക്കെ തന്നെ അവർ ബെസ്റ്റായിട്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസിനെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ എഡ്യൂക്കേഷനുള്ള ഒരു പ്രാധാന്യം ഇതിൽ പറയുന്നുണ്ട്. അവർക്ക് ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ സിസ്റ്റം കൊണ്ടുവരിക, അവർക്ക് സ്പെഷ്യൽ സിസ്റ്റം വരുന്നവരേക്കും. അപ്പോൾ ടീച്ചേഴ്സിനെ സ്റ്റാഫിനെ എല്ലാവരും ട്രെയിനിങ് ചെയ്യിക്കണം, ഇവർ അസിസ്റ്റ് ചെയ്യണം ഈ കുട്ടികളെ, അതേപോലെ ഇവർ ഐഡന്റിഫൈ ചെയ്യണം, ഡയഗ്നൈസ് ചെയ്യണം. അപ്പം അവർക്ക് വേണ്ടിയിട്ട് സ്കൂൾസിൽ പ്ലേസ്മെന്റ്സിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി അഡൾട്ട് എഡ്യൂക്കേഷൻ, മുതിർന്നവർക്കായിട്ടുള്ള എഡ്യൂക്കേഷൻ. അഡൾട്ട്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇല്ലിറ്ററസി ഒരു പ്രോബ്ലം ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൺട്രിയിൽ. അപ്പോൾ സ്പ്രെഡിങ് ഓഫ് ലിറ്ററസി പ്രോഗ്രാം എല്ലായിടത്തേക്ക് എത്തിക്കുക, സാക്ഷരതയുടെ ഒരു വ്യാപനമാണ് അവിടെ പറയണേ. 1951 1981 ഇടയ്ക്ക് നോക്കുകയാണെങ്കിൽ, ലിറ്ററസി നോക്കുകയാണെങ്കിൽ ഇനിഷ്യലി 14.67% ഉണ്ടായിരുന്നു 1951. അത് 81 വരുമ്പോഴേക്കും 36.27% കൂടിയിട്ടുണ്ട്. 16 36% കൂടിയിട്ടുണ്ട്. 51 81 ഈ ഒരു 30 വർഷങ്ങൾക്ക് ഇടയ്ക്ക്. ഓക്കെ, പക്ഷേ സെയിം ടൈം നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റും അതേപോലെ കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് സാക്ഷരരായി, എന്നാൽ അതേസമയം ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുകയാണ്. സിറ്റുവേഷൻ ഓഫ് വുമൺ വാസ് വേഴ്സ്റ്റ് 57%. സ്ത്രീകളുടെ സിറ്റുവേഷൻ ആണെങ്കിലും ഈ ലിറ്ററേറ്റ് ആണോ ലിറ്ററേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ വളരെ മോശം സിറ്റുവേഷൻ ആണ് സ്ത്രീകളുടെ. 57% അത്രയാണ് ഉള്ളത്. സോ പ്രിൻസിപ്പൽ എയിം ഓഫ് നേഷൻ പ്രോഗ്രാം ഫോർ അഡൾട്ട് എഡ്യൂക്കേഷൻ ഇസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ലിറ്ററസി ടു പോപ്പുലേഷൻ ഇൻ 15 to 35 ഏജ്, വിച്ച് നമ്പർ ഇസ് അബൌട്ട് 100 million. അതായത് ഇത്രയേ ഉള്ളൂ പറയണത്. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് ഒരുപാടുണ്ട്. അപ്പോൾ ലിറ്ററസി പ്രോഗ്രാം സ്പ്രെഡ് ചെയ്യണം. ഈ ഒരു അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ തന്നെ ഒരു പ്രിൻസിപ്പൽ എയിം എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ലിറ്ററസി കൂടെ ചേർത്തുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ടു എ പോപ്പുലേഷൻ ഇൻ 15 to 35 വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു യങ് ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഒരുപാട് പേര് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ അവർക്ക് മാക്സിമം എഡ്യൂക്കേഷൻ ലിറ്ററസി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റീഓർഗനൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഗ്രാംസ്. ഇപ്പം നിലവിൽ എല്ലാ പ്രോഗ്രാംസിനും ഒന്ന് റീഓർഗനൈസ് ചെയ്യുക. ന്യൂ മെത്തേഡ്സ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് പെഡഗോജി വുഡ് ബി അഡോപ്റ്റഡ്. പുതിയ മെത്തേഡ്സ് ഓഫ് സയൻസ്, അതുപോലെ തന്നെ ടെക്നോളജി, പെഡഗോജി ഒക്കെ കൊണ്ടുവരിക. പിന്നെ ലോഞ്ചിങ് ഓഫ് മാസ് ഫങ്ഷണൽ ലിറ്ററസി പ്രോഗ്രാം, ഒരുപാട് ലിറ്ററസി പ്രോഗ്രാംസ്, മാസ് ലെവലിൽ ലിറ്ററസി പ്രോഗ്രാംസ് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഈ ഒരു അഡൾട്ട് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് ലിറ്ററസി പ്രോഗ്രാമാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇല്ലിറ്ററേറ്റ് ഉണ്ട്. ഇപ്പം 51 81 വരുമ്പോഴേക്കും ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുടെ എണ്ണം കൂടി, എങ്കിൽ പോലും മാസ്സായിട്ട് ഒരുപാട് ആളുകൾ, പുതിയ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ സ്ത്രീകളുടെ കാര്യമാണ് വളരെ കഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ മാക്സിമം ഇവർക്ക് എഡ്യൂക്കേഷൻ, അത് എസ്പെഷ്യലി അത് ലിറ്ററസി കൺസിഡർ ചെയ്യുന്നുണ്ട്. 15 to 35 ഏജ് ഗ്രൂപ്പിൽ ഒരുപാട് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്.
അപ്പം പുതിയ പ്രോഗ്രാംസ് ഉള്ള പ്രോഗ്രാംസിൻ്റെ റീഓർഗനൈസേഷൻ എല്ലാം കൊണ്ടുവരണം, പുതിയ മെത്തേഡ് സയൻസ് ടെക്നോളജി പെഡഗോജി എല്ലാം കൊണ്ടുവരിക. അങ്ങനെ മാസ് ലെവലിൽ മാസ്സായിട്ട് ഈ പറഞ്ഞ ലിറ്ററസി പ്രോഗ്രാമിനെ കൊണ്ടുവരിക. ഓക്കെ, അടുത്തത് എഡ്യൂക്കേഷൻ ഓഫ് വുമൻസ് ഇക്വാലിറ്റി, സ്ത്രീകളുടെ ഇക്വാലിറ്റി, സ്ത്രീകളുടെ തുല്യത. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്, ഗേൾസിന് എലമെന്ററി എഡ്യൂക്കേഷൻ്റെ ഒരു യൂണിവേഴ്സലൈസേഷൻ വേണം. പെൺകുട്ടികളായതുകൊണ്ടിട്ട് അവർക്ക് എഡ്യൂക്കേഷനിൽ അവർ പുറകോട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരണം. എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ടു ബി സ്റ്റാർട്ടഡ് ഫോർ അഡൾട്ട് എഡ്യൂക്കേഷൻ ഫോർ വുമൺ. അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കും, സ്ത്രീകളെ കൂടെ അതിനെ ഇൻക്ലൂഡ് ചെയ്യണം, അവർക്ക് തുല്യത കൊണ്ടുവരിക. ആക്സസ് ഓഫ് വുമൺ ടു ബി ഇൻക്രീസ്ഡ് ഇൻ വൊക്കേഷണൽ ടെക്നിക്കൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വൊക്കേഷണൽ എഡ്യൂക്കേഷനിലായിക്കോട്ടെ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ട് അവിടെ സ്ത്രീകളുടെ സാന്നിധ്യം കൂട്ടുക. പ്രോപ്പർ സെൽസ് ടു ബി ഫൗണ്ടഡ് സോ ദാറ്റ് ദെയർ റൈറ്റ്സ് വുഡ് ബി പ്രിസർവ്ഡ്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് പ്രോപ്പർ സെൽസ് കൊണ്ടുവരിക, വുമൻ സെല്ലൊക്കെ പോലെയുള്ള പ്രോപ്പർ സെൽസ് കൊണ്ടുവരിക. ടു മേക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം കോമ്പിറ്റന്റ് ടു എംപവർ ദ വുമൺ ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിലെ സ്ത്രീകളെ എംപവർ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരിക. വുമൺ ടീച്ചേഴ്സ് ആൻഡ് വുമൺ ഇൻസ്ട്രക്ടേഴ്സ്, ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ടീച്ചേഴ്സിനെയും ഇൻസ്ട്രക്ടേഴ്സിനെയും കൊണ്ടുവരിക. In adult and non-formal education programs should receive special orientation to enable them to play an activist role towards women's equality. Okay, അപ്പോൾ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലാണെങ്കിലും അല്ലാണ്ട് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലാണെങ്കിലും ഈ സ്ത്രീകളിൽ they should receive special orientation കൊടുക്കുക എന്നാണ്, അവരെ കൊണ്ടുവരിക. To enable them പ്ലേ ആൻഡ് ആക്ടിവിസ്റ്റ് റോൾ ടുവേർഡ്സ് വിമൺ ഇക്വാലിറ്റി. സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് റോളിലേക്ക് സ്ത്രീകളെ തന്നെ ഇറക്കിക്കൊണ്ടുവരിക. അപ്പോൾ അഡൾട്ട് എഡ്യൂക്കേഷൻ ആണെങ്കിലും എല്ലാത്തിലും സ്ത്രീകളുടെ ഒരു പ്രാധാന്യത്തെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ട റെക്കമെൻഡേഷൻസ്? കണ്ടന്റ് ആൻഡ് പ്രോസസ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. സ്കൂൾ എഡ്യൂക്കേഷനിൽ എന്തെല്ലാം മാറ്റങ്ങൾ, അവർക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്ത് പഠിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. എല്ലാവർക്കും ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവർക്കും പഠിക്കാൻ പറ്റണം. പുതിയ എക്സാംസ് റീഫോംസ് കൊണ്ടുവരണം. കൾച്ചറൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരണം. അതുപോലെ ഹാൻഡിക്യാപ്ഡ് ആളുകളെ പ്രത്യേകം കെയർ ചെയ്യണം. അഡൾട്ട് എഡ്യൂക്കേഷൻ ലിറ്ററസി പ്രോഗ്രാം, സ്ത്രീകളുടെ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുക, സ്ത്രീകൾക്ക് തുല്യത കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത റെക്കമെൻഡേഷൻസ് ആയിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ 23 ടാസ്ക് ഫോഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും അസൈൻ ചെയ്ത ടാസ്ക്കാണ് അവർ കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 6th വൺ ആണ് കേട്ടോ, കണ്ടന്റ് പ്രോസസ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. അതിൽ തന്നെയാണ് എഡ്യൂക്കേഷൻ ഹാൻഡിക്യാപ്ഡ് വരുന്നത്. 7th വൺ അഡൾട്ട് എഡ്യൂക്കേഷൻ, അതിലാണ് നമ്മൾ ലിറ്ററസി പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് പറയണേ. 8th വൺ ആണ് എഡ്യൂക്കേഷൻ ഓഫ് വുമൻസ് ഇക്വാലിറ്റി വരുന്നത്. എലിമെന്ററി എഡ്യൂക്കേഷൻ, അടുത്താണ് എലിമെന്ററി എഡ്യൂക്കേഷൻ. എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. പലരും സ്കൂളിൽ നിന്ന് നേരത്തെ തന്നെ സ്കൂളിൽ നിന്ന് വിട്ടു പോകുന്നവരുണ്ട് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം നോൺ ഫോർമൽ എഡ്യൂക്കേഷന് ഫോർമൽ എഡ്യൂക്കേഷനൊപ്പം തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എൻഹാൻസ് വിത്ത് ഫോർമൽ സ്കൂളിംഗ്, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫോർമലിനെ പോലെ തന്നെ ഇതിനെ എൻഹാൻസ് ചെയ്യുക. എസ്പെഷ്യലി ദോസ് ഹു ലെഫ്റ്റ് സ്കൂൾ എയർലി, അതായത് സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടുപോയവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നവർ പറയുന്നുണ്ട്. മോഡേൺ ടെക്നോളജിക്കൽ ടൂൾസ് യൂസ് ചെയ്യുക, ലൈക്ക് സോളാർ പാക്സ് ഫോർ പവർ ഇൻ NFE സെന്റേഴ്സ്. ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ സെന്റേഴ്സിലൊക്കെ സോളാർ പാക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പവർ കിട്ടുക, അതേപോലെ അങ്ങനെയുള്ള പുതിയ ടെക്നോളജി എല്ലാം കൊണ്ടുവരിക. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുക, റേഡിയോ കാസറ്റ്സ് പ്ലെയർ ഒക്കെ ഉപയോഗിച്ച് ഇവരുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഫ്ലെക്സിബിലിറ്റി, റെലവൻസ് ഓഫ് കരിക്കുലം, ഡൈവേഴ്സിറ്റി ഇൻ ലേണിംഗ് ആക്ടിവിറ്റീസ്, ഡീസെൻട്രലൈസേഷൻ ഓഫ് മാനേജ്മെന്റ്. അതായത് ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നേരത്തെ സ്കൂളിൽ നിന്ന് വിട്ടുപോയവരെ കൂടി കൊണ്ടുവന്ന് എലിമെന്ററി എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് ഡിഫറെൻറ്റ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുക, പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുക, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് അതുപോലെ റേഡിയോ കാസറ്റ് പ്ലെയർ ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ കരിക്കുലത്തിൻ്റെ റെലവൻസ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഫ്ലെക്സിബിലിറ്റി, പിന്നെ ലേണിംഗ് ആക്ടിവിറ്റീസ് ഡൈവേഴ്സിഫൈ ചെയ്യുക, പലതരത്തിലുള്ള മെത്തേഡൊക്കെ ഉപയോഗിച്ച് ഇവർക്ക് മാക്സിമം എഡ്യൂക്കേഷൻ എത്തിക്കുക. ഓക്കെ, എഫേർട്സ് വിൽ ബി മെയ്ഡ് ടു ഇവോൾവ് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് NFE, അഡോപ്റ്റ് മോർ സൂട്ടബിൾ ഡിപ്പെൻസ് ഓൺ ടാർഗറ്റ് ഗ്രൂപ്പ്. അതായത് ഡിഫറെൻറ്റ് മോഡൽസ് കൊണ്ടുവരിക, പുതിയ പുതിയ മോഡൽസ് കൊണ്ടുവരിക ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളതിനെ ചൂസ് ചെയ്ത് അവർക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് അവരെ മാക്സിമം ലേണിംഗ് ആക്ടിവിറ്റീസിൽ പങ്കെടുപ്പിക്കുക. അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആക്ച്വലി launched to provide minimum essential services to all primary schools in the country. രാജ്യത്തിൽ മൊത്തത്തിൽ എല്ലാ പ്രൈമറി സ്കൂൾസിനും മിനിമം എസെൻഷ്യൽസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ലോഞ്ച് ചെയ്യുന്നത്. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ലോഞ്ച് ചെയ്യുന്നത്. എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? പ്രൈമറി സ്കൂൾസിലെല്ലാം മിനിമം ഫെസിലിറ്റീസ്,
എല്ലാ ഫെസിലിറ്റീസും കൊടുക്കത്തക്ക മിനിമം എസെൻഷ്യൽ ഫെസിലിറ്റീസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കൂളിൽ ഒരു പ്രൈമറി ലെവലിൽ എഡ്യൂക്കേഷൻ നോക്കുന്ന സമയത്ത് ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ, പിന്നെ അവിടെ SC/ST കുട്ടികൾക്കൊക്കെ പ്രത്യേകം അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക, ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് വാഷ്റൂം കൊണ്ടുവരിക, ഒരു ലൈബ്രറി കൊണ്ടുവരിക, ഇങ്ങനെയുള്ള മിനിമം എസെൻഷ്യൽ ഫെസിലിറ്റീസിനെ എല്ലാം പ്രൈമറി തലത്തിൽ ഓൾ ഇന്ത്യയിൽ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത 1987 ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1987 വന്നിട്ടുള്ളൊരു പ്ലാനാണ്. ഓക്കെ, ഇനി സെക്കൻഡറി എഡ്യൂക്കേഷൻ നവോദയ വിദ്യാലയമാണ് 10th വൺ. ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡറി തല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി തല വിദ്യാഭ്യാസം. സെക്കൻഡറിയും ഹയർ സെക്കൻഡറി രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൊക്കേഷണലൈസേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടു മേക്ക് ദം റെഡി ഫോർ വർക്ക്. അതായത് വൊക്കേഷണലൈസേഷൻ കൊണ്ടുവരിക, അതായത് നമ്മുടെ സെക്കൻഡറി തലത്തിലൊക്കെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർ റെഡി ഫോർ വർക്ക് എന്നൊരു രീതിയിലാകും. അപ്പോൾ ആ രീതിയിൽ വൊക്കേഷണലൈസേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുക സെക്കൻഡറി തലത്തിൽ. ലൈബ്രറീസ്, ലാബ്, അഡീഷണൽ ക്ലാസ് റൂംസ്, അഡിക്കേറ്റ് പ്ലേ ഗ്രൗണ്ട്സ് ഫോർ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് അതർ സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരിക. ലൈബ്രറി വേണം, ലാബ് വേണം, ഫിസിക്കൽ എഡ്യൂക്കേഷനും ഒക്കെ പ്രാധാന്യം കൊടുക്കണം, അവർക്ക് പ്ലേ ഗ്രൗണ്ട്സ് വേണം. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട്. കരിക്കുലം ഷുഡ് ബി മോഡിഫൈഡ് ആസ് പെർ ദ നീഡ് ഓഫ് ദ ന്യൂ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. അത് പുതിയ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു നീഡ് അനുസരിച്ചുള്ള കരിക്കുലത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കരിക്കുലം മോഡിഫൈ ചെയ്യണം. പ്രോഗ്രാം ടു എൻഷുർ ആക്സസ് ടു സെക്കൻഡറി എഡ്യൂക്കേഷൻ ബീങ് വൈഡൻഡ്, കുറച്ചും കൂടെ വൈഡൻ ചെയ്യുക സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതിനുള്ള പ്രോഗ്രാംസ് എല്ലാം കൊണ്ടുവരിക. നവോദയ വിദ്യാലയമൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നതാണ്. ഈ ഒരു 1986 NEP ഭാഗമായിട്ട് വരുന്നതാണ്. രാജ്യത്തിനാകമാനം കുട്ടികൾക്ക്, അത് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് ഒരേപോലെ വിദ്യാഭ്യാസം കിട്ടണം. അതിന് വേണ്ടിയിട്ട് നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളെ അഡ്മിഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് കോമൺ സിലബസ്, ഇന്ത്യൻ ഒട്ടാകെ കോമൺ സിലബസ് ആയിട്ട് ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള നവോദയ വിദ്യാഭ്യാസവും ഈ ഒരു തലത്തിൽ വരുന്നതാണ്, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. ഓക്കെ, ഇനിയുള്ളൊരു പോയിന്റാണ് വൊക്കേഷണലൈസേഷൻ. വൊക്കേഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് ജോലി സൗകര്യം കൊടുക്കുക. അപ്പോൾ ഓൺലി അബൌട്ട് 2.5 എൻട്രിങ് സെക്കൻഡറി സ്റ്റേജ് കവേർഡ് ബൈ വൊക്കേഷണലൈസേഷൻ സോഫർ. അപ്പോൾ ഈ സെക്കൻഡറി തലത്തിലോട്ട് എത്തുന്നവരിൽ ഓൺലി 2.5% കുട്ടികൾ മാത്രമാണ് സോഫാർ ഇവർ വൊക്കേഷണലൈസേഷൻ എന്നുള്ള സംഭവം കവർ ചെയ്യുന്നുള്ളൂ, അവർ പഠിക്കുന്നുള്ളൂ. സോ കറന്റ് ഇൻടേക്സ് ഓഫ് ദ ഓർഡർ 72,000. അപ്പോഴത്തെ ഒരു ഇൻടേക്ക് 72,000 എന്നുള്ള ഒരു ഓർഡർ ആണ്. സോ വൊക്കേഷണലൈസേഷൻ വാസ് നോട്ട് സക്സസ്ഫുൾ. അപ്പോൾ ആ ഒരു ടൈമിൽ വൊക്കേഷണലൈസേഷൻ ഹയർ സെക്കൻഡറി തലത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഇറ്റ് വാസ് നോട്ട് സക്സസ്ഫുൾ ബിക്കോസ് ഓഫ് പുവർ മാനേജ്മെന്റ്. ഓക്കെ, പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്യാത്തത് കൊണ്ടാണ് സെക്കൻഡറി തലത്തിൽ വൊക്കേഷണലൈസേഷൻ പറഞ്ഞിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാത്തത്. ഇംപ്രൂവ് ദ ക്വാളിറ്റി ഡിസിഷൻ വാസ് ടേക്കൺ ടു ഇംപ്രൂവ് ദ മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ സെറ്റിംഗ് ഫസ്റ്റ്. അപ്പോൾ ഈ ഒരു വൊക്കേഷണലൈസേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഡിസിഷൻ ആദ്യം എന്തിനെടുക്കണം? ടു ഇംപ്രൂവ് ദ മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ സെറ്റിംഗ്സ്. മാനേജ്മെന്റും ഓർഗനൈസേഷൻ സെറ്റിങ്ങും ആദ്യം തന്നെ ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെ നല്ല മാനേജ്മെന്റും നല്ല ഓർഗനൈസേഷൻ സെറ്റിംഗും കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കലി വൊക്കേഷണലൈസേഷൻ അവിടെ ഇംപ്ലിമെന്റ് ആകും. അപ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ നല്ല ക്വാളിറ്റിയുള്ള സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, linking the vocationalization with industry because students did not have the practical skills and that is why lacking in employment. ഇപ്പോൾ കുട്ടികൾക്ക് സെക്കൻഡറി തലത്തിൽ ഇങ്ങനെ ഒരു വൊക്കേഷണലൈസേഷൻ കൊണ്ടുവരുന്നതും എന്നാലേ അവർക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവിടെ നിന്ന് കിട്ടും. ബിക്കോസ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കുട്ടികൾക്ക് എംപ്ലോയ്മെൻറ്റ്, ഒത്തിരി പേർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നില്ല. കാരണം എന്താ? ഇവർക്ക് പ്രാക്ടിക്കൽ സ്കിൽസ് ഇല്ലാത്തതുകൊണ്ടാണ്. കുറേ തിയറി പഠിച്ചു പോയതുകൊണ്ട് കാര്യമില്ല, പ്രാക്ടിക്കൽ സ്കിൽസ് ഇല്ലാത്തതിൻ്റെ പേരിൽ രാജ്യത്ത് ഒരുപാട് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്. സോ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി വൊക്കേഷണലൈസേഷനോട് ലിങ്ക് ചെയ്യണം. ഇപ്പോൾ സ്കൂളിൽ സെക്കൻഡറി തലത്തിൽ വൊക്കേഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരെ ചെയ്യിക്കാൻ പഠിപ്പിച്ചാൽ മാത്രം പോരാ, അവർ ഇൻഡസ്ട്രിയുമായിട്ട് കൂടി ലിങ്ക് ചെയ്ത് ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കൂടെ അവർക്ക് കൊടുക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 11 റെക്കമെൻഡേഷൻസ് ആണ് ഇപ്പോൾ കണ്ടത്. 11 റെക്കമെൻഡേഷൻസ് ഓഫ് NEP ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ 11 റെക്കമെൻഡേഷൻസിൻ്റെയും പേര് നിങ്ങളുടെ മൈൻഡിൽ വന്നാൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള 1-2 പോയിന്റ്സ് ഇങ്ങനെ റീകളക്ട് ചെയ്യുക. കീ പോയിന്റ്സ് മാത്രം എഴുതിയെടുത്തിട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എവിടെയാണ് വന്നത്, NEP-ൽ വന്നത്, എന്താണ് സംഭവം, ജസ്റ്റ് കാര്യം അറിഞ്ഞിരുന്നാൽ മതി. അതേപോലെ ഇപ്പോൾ എലമെൻ്ററി എഡ്യൂക്കേഷൻ, നോൺ ഫോമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ അവർ ഉദ്ദേശിക്കുന്നത്, സെക്കൻഡറി തലത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു പോളിസിയിൽ പറഞ്ഞിട്ടുള്ളത്, വൊക്കേഷണലൈസേഷൻ എന്തിനാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്,
നവോദയ വിദ്യാലയയുടെ കേസ് നമ്മൾ പറഞ്ഞത് എന്താണ്. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞ ഓരോരോ പോയിന്റ്സിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു കുറച്ച് പോയിന്റ്സ് ആയിട്ട് നാളെ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളോട് ഒരു NEP 1986 പറ്റി ഒരു 10 മിനിറ്റിൽ സംസാരിക്കാൻ പറഞ്ഞ് നമ്മൾ എന്തൊക്കെ സംസാരിക്കും, ആ രീതിയിൽ നമ്മുടെ മൈൻഡിൽ കാര്യങ്ങളൊന്ന് അടുക്കി വെക്കുക. ഓക്കെ, ദാറ്റ് വിൽ ഹെൽപ്പ് യു ഡെഫിനറ്റ്ലി വെൻ യു സിറ്റിംഗ് ഇൻ ദ എക്സാമിനേഷൻ ആൻഡ് സീയിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ കാര്യം മനസ്സിലാക്കി പഠിച്ച് ഡെഫിനറ്റ്ലി ഐ ബിലീവ് ഇറ്റ് വിൽ ഹെൽപ്ഫുൾ ഫോർ യു. അപ്പം ഓരോ പോളിസീസ് നമ്മൾ പഠിക്കുമ്പോഴും ഇതൊരു കാര്യം, ഇത് കുറേ ഉണ്ട്. നമ്മൾ പോളിസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള പോയിന്റ്സിനെയാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ ബിലീവ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും എല്ലാ ലൈൻ ബൈ ലൈനൊന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മിസ് ചെയ്യാനും പാടില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഓപ്ഷൻ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ മാത്രമല്ല ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ നമുക്ക് തരുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ള ഒരു അറിവാണ് നിങ്ങളിവിടുന്ന് നേടാനായിട്ട് ശ്രമിക്കേണ്ടത് പരമാവധി. പിന്നെ നമ്മൾ കീ പോയിന്റ്സ് എഴുതി വെച്ച് വേണ്ട പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് അത് ബൈഹാർട്ട് ചെയ്യുക, ബാക്കിയുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, 23 ടാസ്ക് ഫോഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവരുടെ റെക്കമെൻഡേഷൻ എല്ലാം പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. അപ്പോഴേക്കും ഇത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സെഷൻ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സജഷൻസ് കമൻസും ഒക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ ലൈക്സിലൂടെയും നിങ്ങളുടെ ഷെയർസിലൂടെയും ഒക്കെ പരമാവധി നിങ്ങളുടെ സപ്പോർട്ട് തരിക. ഓക്കെ, മാക്സിമം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് പരമാവധി നിങ്ങളോട്ട് എത്തിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസും ഒക്കെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ PSC എക്സാം ഗൈഡിൻ്റെ ലോങ് ടേം കോഴ്സ് റണ്ണിങ് ആണ്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുക്കും ചിട്ടിയായിട്ടുള്ള ഒരു പഠനമാണ്. ഒരു അറ്റം തൊട്ട് ഒരറ്റം വരെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഒരു എക്സാമിന് പോകാൻ പോകുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു കമ്പൈൻ സ്റ്റഡി പോലത്തെ ഒരു ലേണിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ ഒരു കോച്ചിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പർ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ.